നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഫെഡ് നിരക്ക് കുറയ്ക്കുമെന്ന ഉറപ്പിൽ ആഗോള വിപണികൾ, ഇന്ത്യൻ വിപണിക്കും നിർണായകം. ഇന്ത്യ US വ്യാപാര ചർച്ച ഇനി ഓൺലൈനിൽ, മോദി ട്രംപ് ഭിന്നത നീങ്ങുന്നതായി സൂചന. ഓൺലൈനിൽ ഇനി ബുൾ റൺ എന്ന് മോത്തിലാൽ ഒസ്വാൾ. സ്വർണ്ണവില 1,20,000 രൂപയിലേക്ക്. കറന്റ് അക്കൗണ്ട് കമ്മി രാജ്യത്തിന് വെല്ലുവിളിയെന്ന് ക്രിസിൽ. ഇന്ത്യ വിദേശ കടത്തെ അമിതമായി ആശ്രയിക്കുന്നില്ല. GST സംബന്ധിച്ച സാധാരണക്കാരന്റെ ഒട്ടേറെ സംശയങ്ങൾക്ക് അറുതി വരുത്താനാണ് കേന്ദ്ര സർക്കാർ നടപടി. ഒപ്പം ജനകീയ തീരുമാനം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാം. GST കിഴിവുകൾ കടകളിൽ വ്യക്തമായി പ്രദർശിപ്പിക്കണം. വിലക്കുറവ് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നുവെന്ന് കടക്കാർ ഉറപ്പുവരുത്തണം. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 313 പോയിന്റ് ഉയർന്ന് 82,693-ലും നിഫ്റ്റി 91 പോയിന്റ് ഉയർന്ന് 25,330-ലും ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി വിഷ്ണു ആണ് ചേരുന്നത്. വിഷ്ണു, ഇന്നത്തെ വിശദാംശങ്ങൾക്കൊപ്പം ഒന്നുകൂടി ചോദിക്കട്ടെ, നാളെയും ഈ ട്രെൻഡ് തുടരാൻ സാധ്യതയുണ്ടോ? ഇന്ന് മാർക്കറ്റ് നോക്കുമ്പോൾ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 0.36% നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 25,330 എന്നൊരു നിലയിലാണ് ഇന്നത്തെ ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്ന് 55,493 എന്നൊരു നിലയിൽ 0.63% നേട്ടം, കൃത്യം പറഞ്ഞാൽ 345 പോയിന്റിന്റെ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ ഇന്ന് ബാങ്ക് നിഫ്റ്റിക്കും സാധിച്ചിട്ടുണ്ട്. NSEയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഇന്നത്തെ ഓഹരികളുടെ എണ്ണം എന്ന് പറയുന്നത് 3,175 ഓഹരികളിലാണ് ട്രേഡിംഗ് നടന്നത്. അതിൽ 1,761 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1,316 ഓഹരികൾ ഇടിവിൽ, 98 ഓഹരികൾ അൺചേഞ്ച്ഡ് എന്നൊരു രീതിയിലുമാണ് ഇന്നത്തെ ഒരു ക്ലോസിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് അപ്പർ സർക്യൂട്ട് ടച്ച് ചെയ്ത ഓഹരികളുടെ എണ്ണം 106 ആയിട്ടാണ് കാണുന്നത്. ലോവർ സർക്യൂട്ടിൽ 51 ഓഹരികൾ, 52 വീക്ക് ഹൈ നോക്കുമ്പോൾ 83 ഓഹരികൾ, 52 വീക്ക് ലോയിൽ 24 ഓഹരികൾ എന്നൊരു രീതിയിലുള്ളൊരു കണക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു സെക്ടറൽ വൈസ് പെർഫോമൻസുകളും ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ ഒക്കെ പെർഫോമൻസുകൾ കൂടി നമുക്ക് നോക്കാം. ബ്രോഡർ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഒട്ടുമിക്ക ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളും നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മിഡ് ക്യാപ് 50യിൽ മാത്രം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയുള്ള ഒരു ക്ലോസിംഗുമാണ് കാണാൻ സാധിക്കുന്നത്. സ്മോൾ ക്യാപ്പിലോട്ട് വരുമ്പോൾ ഇന്ന് മുന്നേറ്റം അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 1% മുകളിലേക്കൊക്കെ ഒരു മുന്നേറ്റം, എസ്പെഷ്യലി നമ്മൾ സ്മോൾ ക്യാപ് 50 നോക്കുമ്പോൾ 0.81% നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. നിഫ്റ്റി 100, 200, നിഫ്റ്റി നെക്സ്റ്റ് 50 തുടങ്ങിയ സൂചികകളൊക്കെ തന്നെ നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെക്ടറൽ ഇൻഡെക്സസിലോട്ട് വരുമ്പോൾ ഇന്ന് സമ്മിശ്രമായൊരു രീതിയിലുള്ള ഒരു പ്രകടനമാണ് കാണാൻ സാധിക്കുന്നത്. മെറ്റൽ, ഫാർമ, ഹെൽത്ത് കെയർ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, FMCG ഇത്തരം സൂചികകളിലൊക്കെ നമുക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിൽ മെറ്റൽ മാത്രമാണ് അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ഇടിവെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. 0.5% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫാർമ, ഹെൽത്ത് കെയർ എന്നീ സൂചിക ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇടിവ് മാത്രമേ രേഖപ്പെടുത്തിയുള്ളൂ. എന്നാൽ ഇന്നത്തെ ഒരു മാർക്കറ്റ് എടുക്കുമ്പോൾ ഇന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച ഒരു സൂചികയായി മാറിയത് PSU ബാങ്കിങ് ഇൻഡെക്സ് ആണ്. ഏതായാലും 2.61% മികച്ച മുന്നേറ്റം രേഖപ്പെടുത്താൻ ഈ ഒരു സൂചികയ്ക്ക് ഇന്ന് സാധിച്ചിട്ടുണ്ട്. റിയൽറ്റി കൂടാതെ എനർജി, IT, ഓട്ടോ, പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ്, മീഡിയ ഇത്തരം സൂചികകളിലും ഒക്കെ തന്നെ ഇന്ന് നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ഒരു ടോപ്പ് ഗെയിനർ അല്ലെങ്കിൽ ടോപ്പ് ലൂസേഴ്സ് നിഫ്റ്റി 50യിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻസ് ഡിക്ലറേഷനിൽ 34 ഓഹരികളാണ് നേട്ടം രേഖപ്പെടുത്തിയത്. 16 ഓഹരികൾ ഇടിവ് എന്നൊരു രീതിയിലുമായിരുന്നു ഇന്ന് നിഫ്റ്റി 50യിൽ ക്ലോസിംഗ് നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് ഡെസ്കിൽ നിന്ന് വിഷ്ണുവാണ്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നോക്കാം. ഫെഡ് റിസർവിന്റെ നിരക്ക് കുറയ്ക്കൽ ഉറപ്പിച്ച് ആഗോള വിപണി, ഇന്ത്യൻ വിപണിക്കും നിർണായകം. പവലിന്റെ നയപ്രഖ്യാപനത്തിന് കാതോർത്ത് നിക്ഷേപകർ. ഈ വർഷത്തെ ആദ്യ നിരക്ക് കുറയ്ക്കലിനാണ് ഫെഡ് റിസർവ് ഒരുങ്ങിയിരിക്കുന്നത്. വലിയ നിരക്ക് കുറയ്ക്കലിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുകയെന്ന US പ്രസിഡന്റിന്റെ പ്രഖ്യാപനം
ജെറോം പവൽ നൽകിയ നിരക്ക് കുറയ്ക്കൽ സൂചന, യുഎസിലെ തൊഴിലില്ലായ്മ നിരക്ക് എന്നിവയാണ് നിക്ഷേപകരിൽ പ്രതീക്ഷ നിറച്ചത്. ഇതിന്റെ ബലത്തിൽ സ്വർണം മുന്നേറ്റം നടത്തുന്നുണ്ട്. അതേസമയം നിരക്ക് കുറയ്ക്കലിനേക്കാൾ ഇന്ത്യൻ നിക്ഷേപകർ ശ്രദ്ധ നൽകുന്നത് ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ നയപ്രഖ്യാപനത്തിലേക്കാണ്. ഫെഡ് 25 ബേസിസ് പോയിന്റ് കുറവ് തീരുമാനിച്ചാൽ ഇന്ത്യൻ ബോണ്ട് വിപണിയിലേക്ക് ആഗോള നിക്ഷേപകർ എത്താൻ സാധ്യതയുണ്ടെന്നാണ് മാസ്റ്റർ ട്രസ്റ്റ് ഗ്രൂപ്പിന്റെ ഡയറക്ടർ പുനീത് സിംഘാനിയ പറയുന്നത്. 50 ബേസിസ് പോയിന്റിന്റെ കുറവ് ഓഹരി വിപണിയിലേക്ക് വിദേശ നിക്ഷേപകരുടെ ഒഴുക്കിന് കാരണമാവും. ഇത് വിപണിയിലെ ഗെയിം ചേഞ്ചർ ആകുമെന്നാണ് വിപണി വിദഗ്ധനായ സിദ്ധാർത്ഥ് മൗര്യ വ്യക്തമാക്കിയത്. IT സെക്ടറിന് നേട്ടമാകും, രൂപ മൂല്യം ഉയരും. റിയൽ എസ്റ്റേറ്റ്, ബാങ്കിംഗ് തുടങ്ങിയ ലിക്വിഡിറ്റി സെൻസിറ്റീവ് മേഖലകളിൽ ഗുണഭോക്താക്കളുണ്ടാവും. പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടർന്നാൽ ഇന്ത്യൻ വിപണി ഹ്രസ്വകാല അസ്ഥിരത അനുഭവിക്കേണ്ടി വരും. പണലഭ്യത പ്രശ്നമുണ്ടാവുന്നതാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ-US വ്യാപാര ചർച്ച ഇനി ഓൺലൈനിൽ. ജന്മദിനത്തിൽ മോദിയെ ഫോണിൽ വിളിച്ച് ട്രംപ്, ഭിന്നത നീങ്ങുന്നതായി സൂചന. അമേരിക്കൻ പ്രതിനിധി സംഘവുമായുള്ള ഇന്ത്യൻ വാണിജ്യകാര്യ മന്ത്രാലയത്തിന്റെ ചർച്ചയാണ് അവസാനിച്ചത്. സംഘം തിരികെ അമേരിക്കയിലേക്ക് പോയി. എന്നാൽ വേഗത്തിൽ ചർച്ചകൾ പുരോഗമിക്കുമെന്നാണ് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയത്. കാർഷിക മേഖലയിലെ ആവശ്യകതകളിൽ നിന്നും അമേരിക്ക പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും ഇന്ത്യൻ ഓഹരി വിപണിക്ക് പ്രതീക്ഷ നൽകുന്നു. ഒപ്പം ട്രംപ് മോദി ഫോൺ സംഭാഷണവും വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് സാധ്യത നൽകി. അമേരിക്കൻ അസിസ്റ്റന്റ് വാണിജ്യ പ്രതിനിധി ബ്രെൻഡൻ ലിഞ്ച് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയവുമായി 6 മണിക്കൂർ നീണ്ട ചർച്ചയാണ് നടത്തിയത്. ഫലപ്രദമായ ചർച്ച എന്ന് രണ്ടു പക്ഷവും പറഞ്ഞെങ്കിലും എന്താണ് ബലമെന്ന് വെളിപ്പെടുത്തിയില്ല. ജന്മദിനാശംസ അറിയിച്ച ട്രംപിന് മോദി നന്ദി പറഞ്ഞ് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നേരത്തെ ട്രംപ് ഫോൺ ചെയ്തിട്ടും സംസാരിക്കാൻ മോദി തയ്യാറായില്ലെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. മോദിയെ അഭിനന്ദിച്ച ട്രംപ് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു. യുക്രൈൻ പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നതായി മോദിയും പറഞ്ഞു. ഇതോടെയാണ് താരിഫ് വിഷയത്തിൽ മഞ്ഞുരുകാനുള്ള സാധ്യത തെളിഞ്ഞത്. പിന്നാലെ ഇന്ത്യൻ വിപണി നേട്ടത്തിന്റെ പാതയിലേക്ക് തിരിച്ചു കയറിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വർണത്തിൽ വരാനിരിക്കുന്നത് ബുൾ റണ്ണെന്ന് മോത്തിലാൽ ഒസ്വാൾ. രാജ്യത്ത് സ്വർണ്ണവില 1,20,000 രൂപയിലേക്ക്. നേട്ടത്തിൽ നിഫ്റ്റിയെയും ബോണ്ട് വിപണിയെയും മറികടന്നു. ഈ വർഷം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആസ്തി വിഭാഗമായാണ് മോത്തിലാൽ ഒസ്വാൾ സ്വർണത്തെ വിശേഷിപ്പിക്കുന്നത്. മുന്നോട്ടും റാലി തന്നെയാണ് പ്രവചനവും. രാജ്യത്ത് 10 ഗ്രാമിന് 1,13,000 രൂപയ്ക്കും 1,20,000 രൂപയ്ക്കും ഇടയിലേക്കാണ് അടുത്ത കുതിപ്പെന്നും പറയുന്നു. ആഗോള വിപണിയിൽ ഉടൻ തന്നെ ഔൺസിന് $3,800 എത്തും. ശേഷം $4,000 ആയിരിക്കും ലക്ഷ്യം. MCX-ൽ സ്വർണം 40% ഈ വർഷം നേട്ടം നൽകിയത്. കോമെക്സിലെ നേട്ടം 48%. നിഫ്റ്റിയെയും ബോണ്ട് വിപണിയെയും മറികടക്കുന്ന നേട്ടം. ഭൗമരാഷ്ട്രീയ സംഘർഷം, താരിഫ്, കേന്ദ്ര ബാങ്കുകളുടെ പലിശ നിരക്ക് എന്നിവയാണ് സ്വർണ്ണവിലയിൽ നിർണായകമായത്. ഇടയ്ക്കിടെയുള്ള തിരുത്തലുകൾ ഉണ്ടെങ്കിലും ബുൾറൺ തുടരുമെന്നും മോത്തിലാൽ ഒസ്വാൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ വിദേശ കടത്തെ അമിതമായി ആശ്രയിക്കുന്നില്ലെന്ന് ക്രിസിൽ. രാജ്യത്തിന്റെ കറന്റ് അക്കൗണ്ട് കമ്മി GDP-യുടെ 1% പ്രവചനം. കറന്റ് അക്കൗണ്ട് കമ്മി രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നില്ലെന്നാണ് ക്രിസിലിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂല്യം കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതലാവുന്ന അവസ്ഥയാണ് CAD അഥവാ കറന്റ് അക്കൗണ്ട് കമ്മി. ഇത്തരത്തിൽ ഇറക്കുമതി കൂടുമ്പോൾ രാജ്യം വിദേശ കടത്തെ ആശ്രയിക്കേണ്ടി വരും. നിലവിൽ കമ്മി നിയന്ത്രണ വിധേയമാണ്. സേവന മേഖലയിലെ ഉയർന്ന കയറ്റുമതി, ആരോഗ്യകരമായ പണമൊഴുക്ക്, അനാവശ്യ ഇറക്കുമതി ഇല്ലാത്തത് എന്നിവയാണ് വിഷയത്തിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തായത്. താരിഫ് വെല്ലുവിളി കൊണ്ട് ഉൽപ്പന്നങ്ങൾക്ക് ആഗോള ഡിമാൻഡ് മന്ദഗതിയിലാകുന്നത് ചരക്ക് കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ശക്തമായ സേവന കയറ്റുമതി അതിന്റെ ആഘാതം ഒരു പരിധിവരെ നികത്തി വരികയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. അതേസമയം ട്രംപിന്റെ താരിഫ് കാരണം US-ലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയിൽ വൻ കുറവുണ്ടായി. ഓഗസ്റ്റിലെ കയറ്റുമതി ജൂലൈയെ അപേക്ഷിച്ച് 16.3% കുറഞ്ഞ് $6.7 ബില്യൺ ആയി. ഈ സാഹചര്യത്തിലാണ് ക്രിസിലിന്റെ റിപ്പോർട്ട് പ്രസക്തമാവുന്നത്. അമേരിക്കൻ ഇതര വിപണിയിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനം, സ്വതന്ത്ര വ്യാപാര കരാറുകൾ പ്രാബല്യത്തിൽ വരുന്നത്, ഇവയെല്ലാം ഈ നഷ്ടം നികത്തപ്പെടാൻ സഹായിക്കുമെന്നും ക്രിസിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കേരള വാർത്തകൾ നോക്കാം. വൈദ്യുതി ബിൽ അടയ്ക്കുന്നതിൽ സുപ്രധാന തീരുമാനവുമായി KSEB. 1000 രൂപ വരെ മാത്രം പണമായി സ്വീകരിക്കാനുള്ള തീരുമാനം കർശനമായി നടപ്പാക്കാനാണ് ആലോചന. തീരുമാനം പ്രാവർത്തികമായാൽ 1000 രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ ഓൺലൈനായി മാത്രമേ അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു KSEB ഓഫീസിൽ ബില്ലടയ്ക്കുന്നതിനായി 2 ക്യാഷ് കൗണ്ടറുകൾ ഉള്ളിടത്ത് 1 നിർത്തലാക്കാനും തീരുമാനമായിട്ടുണ്ട്. അധികം വരുന്ന ജീവനക്കാരെ ഡിവിഷൻ, സർക്കിൾ ഓഫീസുകളിലേക്ക് പുനർവിന്യസിക്കുകയോ
പൊതുസ്ഥലമാറ്റത്തിന്റെ ഭാഗമായി സ്ഥലം മാറ്റുകയോ ചെയ്യും. ഒരേ കെട്ടിടത്തിൽ 2 സെക്ഷൻ ഓഫീസുകൾ പ്രവർത്തിക്കുന്നിടത്തും ഒരു കൗണ്ടറേ ഇനി ഉണ്ടാവുകയുള്ളൂവെന്നും KSEB അറിയിച്ചു. ബില്ല് അടയ്ക്കുന്നതിനുള്ള സമയക്രമത്തിനും മാറ്റം വരുത്താനാണ് തീരുമാനം. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പണം സ്വീകരിച്ചിരുന്നത് രാവിലെ 9 മുതൽ വൈകിട്ട് 3 വരെ മാത്രമാക്കി ചുരുക്കി. 70% ബില്ലുകളും ഇപ്പോൾ ഓൺലൈനായാണ് അടയ്ക്കുന്നത്. ഇത് കണക്കിലെടുത്താണ് കൗണ്ടറുകൾ കുറയ്ക്കുന്നത്. മൈഫിൻ TV, തിരുവനന്തപുരം. കിഫ്ബി വഴി 6616.13 കോടി രൂപയുടെ 163 റോഡ്, പാലം പദ്ധതികൾ പൂർത്തീകരിച്ചതായി പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 8308.8 കോടി രൂപയുടെ 160 പദ്ധതികൾ പുരോഗമിക്കുന്നതായും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ച 163 റോഡ്, പാലം പദ്ധതിക്കായി ഇതുവരെ ചെലവഴിച്ചത് 6616.13 കോടി രൂപയാണ്. 1880.81 കിലോമീറ്റർ വരുന്ന 136 റോഡുകൾ 5643.59 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചു. 27 പാലങ്ങൾ 572.54 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചു. നിലവിൽ 160 പദ്ധതികളിലായി 8308.8 കോടി രൂപയുടെ റോഡ്, പാലം പദ്ധതികൾ പുരോഗമിക്കുന്നു. 6611.47 കോടി രൂപ ചെലവഴിച്ച് 1173.85 കിലോമീറ്റർ വരുന്ന 106 റോഡുകളാണ് നിർമ്മാണത്തിലുള്ളത്. 1697.33 കോടി രൂപയുടെ 84 പാലം പദ്ധതികളും പുരോഗമിക്കുന്നതായും നിയമസഭയിൽ ചന്ദ്രശേഖരൻ MLA നൽകിയ സബ്മിഷന് മന്ത്രി PA മുഹമ്മദ് റിയാസ് നൽകിയ മറുപടിയിൽ പറഞ്ഞു. മൈഫിൻ TV, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയുമാണ് കുറഞ്ഞത്. സ്വർണം ഗ്രാമിന് 10,240 രൂപയും പവന് 81,920 രൂപയുമാണ് വിപണി വില. 18 കാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 8,410 രൂപയിലാണ് വ്യാപാരം നടന്നത്. അതേസമയം വെള്ളി വിലയിൽ ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 135 രൂപയിലാണ് വ്യാപാരം. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.